ഹായ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു യാത്രാ വ്ലോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടു കൂടി പോയൊരു യാത്രയാണ്. കുറച്ച് അമ്പലങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അമ്പലം നിങ്ങൾക്ക് അതിൻ്റെ ചുമര് കണ്ടാൽ മനസ്സിലാകും. പണ്ടിങ്ങനെ അല്ലായിരുന്നു, ഇപ്പം ഭയങ്കരമായിട്ട് പുതുക്കി പണിതപ്പോൾ ഇങ്ങനെ അടിപൊളിയൊക്കെ ആക്കി. അമ്പലം ഏതാണെന്ന് മനസ്സിലായല്ലോ, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. എവിടെയെങ്കിലും ദൂരയാത്ര പോകുന്നതിന് മുന്നേ ഗണപതിയെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അപ്പോൾ ഗണപതിയെ കണ്ടു എല്ലാ വിഘ്നങ്ങളും മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നത് നേരെ കൊല്ലത്താണ് വന്നത്. കൊല്ലം കൂനമ്പായിക്കുളം, വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലാണ്. അവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ക്ഷേത്രം തന്നെയാണ്, കൂടുതൽ പേർക്കും അറിയാം, കാരണം അവിടുത്തെ ചന്ദ്രപ്പൊങ്ക് ഭയങ്കര പ്രശസ്തമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഈ കൂനമ്പായിക്കുളത്തെ ദേവിയുടെ അനിയത്തി ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്, കൊച്ചു കൂനമ്പായിക്കുളം. അവിടെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും തൊഴാനായിട്ട് കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫേവറേറ്റ് ഉള്ള കാര്യമാണ് പൈസ ഇട്ടിട്ട് മഞ്ചാടിക്കുരു വരിക. അപ്പോൾ പൈസ ഇട്ട് ഞാൻ മഞ്ചാടിക്കുരു വരുമ്പോൾ എന്നെ ഒരാൾ സമ്മതിക്കാറേ ഇല്ല. ഞാൻ എപ്പോൾ വന്നാലും എന്നെ കടത്തി വെട്ടിയിട്ട് അയാൾ വന്ന് പൈസ ഇട്ടിട്ട് വാരിക്കൊണ്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അടുത്ത കോവിലെന്ന് വെച്ചാൽ കൊല്ലത്തുള്ള തന്നെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഭയങ്കര സമാധാനമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. എത്ര നമ്മുടെ തിരക്കിൽ അകത്ത് കയറി വന്നാലും അതിനകത്തെത്തുമ്പോൾ ഒരു ശാന്തം, സമാധാനം ഒക്കെ കിട്ടുന്നൊരു ക്ഷേത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനും. ഈ കാണുന്ന ആൾ നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ടയാണ്. ആൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ഇണക്കൊക്കെ ഉള്ള. ഞങ്ങൾ കുറേ നേരമൊക്കെ തൊട്ടു അതിനെ. അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഹരിപ്പാടുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഞങ്ങൾ ഉത്സവ സമയത്താണ് ചെന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പോയത് പണ്ടാരശാല നാഗരാജ ക്ഷേത്രം. ഭയങ്കര ഇഷ്ടമുള്ള ഒരിടമാണ് എനിക്ക് പോകാനായിട്ട്. എപ്പോൾ പോകാനും നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കുന്നത് പോലെ തോന്നും, ഭഗവാൻ എന്നെ വരുന്നില്ലേ എന്ന രീതിയിൽ. ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. അവിടെയും തൊഴുതിറങ്ങി. പിന്നെ ആലപ്പുഴ വന്നാൽ കുറച്ച് നെൽക്കതിരൊക്കെ മസ്റ്റാണല്ലോ. പിന്നെ നെല്ലിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. പാടം നെൽക്കതിർ നട്ടിട്ടേ ഉള്ളെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി ആധികാരികമായി അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ചക്കുളത്ത് കാവാണ്. അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ തിരക്കിലായിരുന്നു, ഞങ്ങൾ ചെന്ന സമയത്ത് ഒട്ടും തിരക്കിലായിരുന്നു. കുറേ നേരം തൊഴാൻ പറ്റി. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം, അത് തന്നെയാണ്. പിന്നെ അവിടെ കയറി അവിടെ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പണ്ട് എങ്ങനത്തെ ടേസ്റ്റായിരുന്നു ഇപ്പോഴും ആ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ്റെ ഊഞ്ഞാൽ വെളിയിൽ നാഗരാജാവിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിൽ ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് വന്നത്. ഇത് നേരെ നമ്മൾ അത് കഴിഞ്ഞെത്തിയത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. അവിടെ തൊഴുതു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. പക്ഷേ ഇതിനിടയിൽ വിട്ടുപോയൊരു സ്ഥലം ഉണ്ടായിരുന്നു, എൻ്റെ വല്യമ്മയുടെ വീട്. അവിടെ ആയിരുന്നു മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയ സ്ഥലം. പക്ഷേ അത് വിട്ടുപോയി. ലാസ്റ്റ് വന്നിട്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കയറി തൊഴുതു ഇറങ്ങി. അവിടെ